വീറും വാശിയും നിറഞ്ഞ രാഷ്ട്രീയ പോരാട്ടത്തിനൊടുവിൽ വടകര കയറി ഷാഫി ഡൽഹിയിലേക്കുള്ള ടിക്കറ്റ് എടുത്തതോടെ പാലക്കാട് നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലേക്ക്. പാലക്കാടിന് ഇടതുപക്ഷത്തു നിന്നും അടർത്തിയെടുത്ത ശേഷം കഴിഞ്ഞ 2 തവണയും മണ്ഡലം സുരക്ഷിതമായി നിലനിർത്തി വന്ന ഷാഫി പറമ്പിൽ വടകരയിൽ ജയിച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. 2011 ആദ്യ മത്സരത്തിനിറങ്ങിയ ഷാഫി സിറ്റിംഗ് MLA ആയിരുന്ന ട്രേഡ് യൂണിയൻ നേതാവ് കൂടിയായ CPMന്റെ KK ദിവാകരനിൽ നിന്നാണ് 7403 വോട്ടിന് പാലക്കാട് പിടിച്ചെടുത്തത്. 2016 ഭൂരിപക്ഷം 17,483 ഉയർത്തി മണ്ഡലം ഷാഫി നിലനിർത്തി. സംസ്ഥാനത്ത് ആദ്യമായി BJP നഗരസഭാഭരണം പിടിച്ച പാലക്കാട് ഇടതുപക്ഷത്തെ 3ാം സ്ഥാനത്തേക്ക് തള്ളിയായിരുന്നു ഷാഫിയുടെ മുന്നേറ്റം. മെട്രോമാൻ E. ശ്രീധരനെ കളത്തിലിറക്കി പാലക്കാട് പിടിക്കാനുള്ള 2021 BJPയുടെ ശ്രമവും ഷാഫിയുടെ വ്യക്തിപ്രഭാവത്തിന് മുന്നിൽ തകർന്നടിയുന്ന കാഴ്ചയ്ക്ക് കേരളമാകെ കൈയടിച്ചിരുന്നു. ഷാഫി അല്ലാതെ മറ്റാരിറങ്ങിയാലും പാലക്കാട് പിടിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ BJP ക്യാമ്പ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട CPMനാകട്ടെ നഗരത്തിൽ സ്വാധീനം കുറഞ്ഞുവരുന്ന സ്ഥിതിയുമാണ്. ഷാഫിയോളം പോന്ന കരുത്തനെ കളത്തിലിറക്കിയില്ലെങ്കിൽ പാലക്കാട് BJP കൊണ്ടുപോകുമെന്ന് കോൺഗ്രസിലെ ചിലർക്ക് ആശങ്കയുമുണ്ട്. പക്ഷേ പാലക്കാട്ടെ VK ശ്രീകണ്ഠന്റെ ഉജ്ജ്വല വിജയം ആ ആശങ്കകളെ അപ്രസക്തമാക്കുന്നുവെന്നാണ് കോൺഗ്രസുകാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തലിനെ ഇറക്കി മണ്ഡലം നിലനിർത്താനാവും ശ്രമം. അടുത്തിടെ ഇടതുപക്ഷവുമായി അടുത്ത മുൻ DCC പ്രസിഡന്റിന് പാലക്കാട് സീറ്റിൽ ഒരു കണ്ണുമുണ്ട്. സാധ്യതാ മണ്ഡലമായതിനാൽ BJPക്കും സ്ഥാനാർത്ഥി നിർണയം തലവേദനയാണ്. അതേസമയം വടകര തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചതാണെന്ന് ഷാഫി പറമ്പിലിന്റേതാണ് ഈ വാക്കുകൾ. അന്നൊരു നാളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പറഞ്ഞതാണിത്. ഷാഫി അന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊരു തീരുമാനം വടകരക്കാർ എടുത്തു. അങ്ങനെ അപ്പുറത്തെ വീട്ടിലെ ചെറുക്കനെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ വീട്ടിലെ ചെറുക്കനായി. ഇതൊന്നും വെറുതെ എടുത്ത് അലക്കുന്ന പ്രയോഗങ്ങളല്ല. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഷാഫി പറമ്പിലിന് ചാർത്തിക്കിട്ടിയതും കരുത്തു പകർന്നതുമായ ഒരു ഇമേജാണത്. അംഗത്തിന് നേരത്തെ തന്നെ കച്ചകെട്ടിറങ്ങിയ ശൈലജ ടീച്ചർക്കുമുണ്ടായിരുന്നു മറ്റൊരു ഇമേജ്, ടീച്ചറമ്മ. എന്നാൽ അതുക്കും മേലെ എന്തോന്ന് ഷാഫിയിൽ വടകരക്കാർ കണ്ടു എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ തന്നെ നാടകീയമായിരുന്നു ഇത്തവണയും കോൺഗ്രസിന്റെ വടകരയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. അന്ന് P. ജയരാജൻ സ്ഥാനാർത്ഥിയായി പ്രചാരണത്തിലേറെ മുന്നിലെത്തിയപ്പോഴായിരുന്നു മറ്റേ അറ്റത്ത് നിന്ന് മുരളീധരനെ വടകരപ്പോരിന് നിയോഗിച്ചത്. അന്ന് മുരളി വടകരയിൽ വന്നിറങ്ങിയപ്പോൾ ലഭിച്ച സ്വീകരണവും തുടർന്ന് 4 ഇരട്ടിയിലധികം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുള്ള വിജയമെല്ലാം വടകര കണ്ടതാണ്. ഇത്തവണയും കാര്യങ്ങൾ ഏറെക്കുറെ സമാനമായിരുന്നു. പത്മജ കോൺഗ്രസ് വിട്ട് BJPയിലെത്തുന്നതുവരെ വടകരയിൽ മുരളിക്ക് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ആലോചിച്ചിരുന്നില്ല. അപ്രതീക്ഷിതമായി അങ്ങനെ ഷാഫി വന്നിറങ്ങിയത്. ഷാഫിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ വടകരയുടെ സ്നേഹക്കടലിലേക്കായിരുന്നു. ഒരൊറ്റ തെരഞ്ഞെടുപ്പ് റാലിയിലൂടെ ശൈലജ ടീച്ചർ ക്യാമ്പിന്റെ പ്രചാരണത്തിനൊപ്പം പിടിക്കാൻ ഷാഫിക്ക് കഴിഞ്ഞു. ഞാൻ വടകരയിലേക്കില്ലെന്ന് പറഞ്ഞ് കരഞ്ഞു എന്നതായിരുന്നു ഷാഫിക്കെതിരെ തുടക്കത്തിൽ LDF ലക്ഷ്യമിട്ടത്. പിന്നാലെ പാലക്കാട് വിട്ടുപോരുമ്പോൾ കരഞ്ഞവരുടെ കണ്ണീരിന്റെ കണക്കെടുപ്പിലേക്ക് ചർച്ചകൾ നീങ്ങി. ജനങ്ങളുമായി ഏറെ വ്യക്തിബന്ധം സൂക്ഷിച്ചിരുന്ന പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു ഇമേജ് മാത്രമുള്ള ഷാഫിക്ക് നേരെ വന്ന ആദ്യത്തെ ആരോപണമായിരുന്നു അത്. അമ്മമാരുടെ കണ്ണീരിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്ത LDF ആരോപണങ്ങൾ തിരിച്ചടിച്ചു. അതാണ് തുടക്കം. ഏറെ ജനകീയ മുഖമുള്ള ശൈലജ ടീച്ചർക്ക് വടകര എളുപ്പമായിരിക്കുമെന്ന് അതുവരെ LDF കരുതിയിരിക്കണം. ഷാഫിയുടെ വരവ് അപ്രതീക്ഷിതവും വൈകിയതുമാണെങ്കിലും അത് വലിയ ഓളം സൃഷ്ടിച്ചുവെന്നും വ്യക്തമാക്കുന്നതായിരുന്നു വടകര റെയിൽവേ സ്റ്റേഷനിൽ തുടങ്ങിയ ഷാഫിയുടെ സ്വീകരണ റാലി. കണക്കുകൂട്ടലുകളിൽ CPM നേരിയ ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിലും ജയിക്കുമെന്ന് കരുതിയിരുന്നുവെങ്കിലും 1,00,000-ലധികം വോട്ടിനാണ് ശൈലജ ടീച്ചർ പരാജയപ്പെട്ടിരിക്കുന്നത്. സംഘപരിവാറിന് ബദലായി ജനങ്ങൾ കോൺഗ്രസിനെ കണ്ടുവെന്നാണ് ശൈലജയുടെ പ്രതികരണം. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചതും ലീഗ് RMB പിന്തുണയും മാത്രമല്ല, ഷാഫി പറമ്പിൽ രാഗിമിനിക്ക് കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു ബ്രാൻഡായി പരിണമിച്ചുവെന്നതുകൂടിയാണ് വടകര പറഞ്ഞുവെക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.